ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങയും തേങ്ങയും ചക്കക്കുരും ഒക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു അടിപൊളി കറിയാണ്. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഓറും, പിന്നെ കഴിക്കുമ്പോഴത്തെ അവസ്ഥ പറയണം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും മടി ഒരു ചക്കക്കുരു ഇപ്പോൾ തൊലിച്ചുണ്ടാക്കണ്ടേ എന്നുള്ളതായിരിക്കും കേട്ടോ. അതിനും ഞാനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് കുറച്ച് അധികം ചക്കക്കുരു എടുക്കണം. നല്ല ഫ്രഷ് ആയതാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. കുറച്ചധികം മുന്നേ നമ്മൾ എടുത്തു വെച്ചതാണെങ്കിൽ അത്ര കണ്ട് ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ നമ്മൾ എത്ര ചക്കക്കുരു എടുക്കണമെന്ന് വെച്ചാൽ അത് നമ്മുടെ സാധാ കറി വെക്കുന്ന ഒരു കുക്കറിലിട്ടിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് 1-2 വിസിൽ അങ്ങോട്ട് കൂക്കിച്ചെടുക്കുക. പിന്നെ വേവ് നമ്മുടെ ഓരോ കുക്കറിനനുസരിച്ച് ഇരിക്കും കേട്ടോ. എൻ്റെ കുക്കറിൽ ഒറ്റ കൂക്ക് മതി, ഏതാണെങ്കിലും വേഗം വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങളുടെ കുക്കറിനനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ചിലത് 2 വിസിലൊക്കെ വേണ്ടി വരും. നമ്മുടെ ചക്കക്കുരു ദാ ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തൊലിച്ചും കിട്ടും. കത്തിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. കൈകൊണ്ട് ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ തൊലി അടർന്ന് പോയി. ഈ ഒരു ചക്കക്കുരു നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ 2 സാധാ മീഡിയം സൈസിലുള്ള മാങ്ങ എടുത്തിട്ട് അത് നുറുക്കിയിട്ട് വെള്ളത്തിലിടണം കേട്ടോ. കട്ട് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിലിടണം. അതിൻ്റെ കുറച്ച് പുളി കൊണ്ട് പോയി കിട്ടാനാണ്. ഫുള്ള് പുളി നമുക്ക് വേണ്ട കേട്ടോ. എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അധികാലം ഈ ഒരു കറി വെക്കാത്തത് ഇതെങ്ങനെ വെക്കാന്ന് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. കാരണം ഒരു തവണ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് എപ്പോഴും വെക്കും. അങ്ങനെ അത് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ഇനി അതിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു തേങ്ങാമുറി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തേങ്ങയുടെ പകുതി, ഒരു 8-10 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, അത്യാവശ്യം എരിവുള്ള 3 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു മാങ്ങക്കറി ആവുകൊണ്ട് എത്ര എരിയിട്ടാലും അത്രക്കണ്ട് എരി തോന്നൂല. അതുകൊണ്ടാണ് കേട്ടോ 3 പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ നല്ല എരിവ് കൂടുതലായിരിക്കും. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മളിതാ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ. നല്ലപോലെ പേസ്റ്റ് ആയി കിട്ടണം. അപ്പോഴേക്കും നമ്മുടെ മാങ്ങ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. പഴുത്ത മാങ്ങയായിട്ടുള്ള മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് ഈ ഒരു കളർ ഇട്ടോ. അപ്പം മാങ്ങ മുഴുവനായിട്ടും വെന്ത് വന്നിട്ടുണ്ട്. മാങ്ങയുടെ കഷ്ണം കടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ വിസിലിനോ അല്ലെങ്കിൽ പകുതിയൊക്കെ ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വിസിലടിച്ചാൽ മാങ്ങ അത് അതുപോലെ വെന്തിട്ടുണ്ടാവും, വെള്ളമായിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു തൊലിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു ഇതിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. പുളി കൂടുതൽ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു മാങ്ങ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എനിക്ക് നല്ലപോലെ പുളി ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ 2 മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മാങ്ങൻ്റെ പുളിക്കൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ കറിയുടെ. അതൊക്കെ നമുക്ക് ഏകദേശം ഒരു പുളിയും കാര്യങ്ങളൊക്കെ അറിയാലോ, മാങ്ങ എത്രത്തോളം പുളി ഉണ്ട് എന്നുള്ളതൊക്കെ. ഇനി ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഉടച്ചു കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് വെക്കണം. അങ്ങനെ അത് തിള വരുമ്പോൾ നമുക്ക് ഇതാ നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരപ്പ് ഒഴിച്ചു കൊടുത്താലും ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. അതിപ്പോൾ ഏത് കറിക്കായാലും അങ്ങനെ തന്നെയാണ്. തേങ്ങ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് കുറേ ടൈം തിളപ്പിക്കരുത് കേട്ടോ. അപ്പോൾ അതായത് ആ ഒരു തേങ്ങയും തേങ്ങാപ്പാലൊക്കെ ആയിട്ട് പിരിയും. കാരണം പുളിയുള്ള കറിയാണല്ലോ. പുളിയുള്ള കറിക്ക് നമ്മൾ തേങ്ങ ഒഴിക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം അത് പിരിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തേങ്ങയും തേങ്ങാപ്പാലൊക്കെ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ജസ്റ്റ് നമ്മൾ ആ ഒരു തള വരുന്നോടുകൂടി നമ്മൾ ഫ്ലെയിം എന്തായാലും ഓഫ് ചെയ്യണം കേട്ടോ. എന്നാലുള്ള ആ ഒരു കറിയുടെ കറക്റ്റ് തിക്കും ടേസ്റ്റും ഒക്കെ കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഈ ഒരു ടൈമിൽ ഉപ്പ് കുറവാണെങ്കിൽ ഒന്നും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. മാങ്ങാക്കറി ആവുകൊണ്ട് നല്ലപോലെ പുളി ഉണ്ടാവും. നമുക്കിതൊന്ന് താളിക്കാട്ടോ. ജസ്റ്റ് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. ഒരു 10 ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഒരു 2-3 ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു കറിൻ്റെ ഹൈലൈറ്റും നല്ലൊരു അടിപൊളി ഫ്ലേവർ എന്ന് പറയുന്നത് ഈ ഒരു താളിപ്പാണ് കേട്ടോ. ഈ ഒരു താളിപ്പില്ലെങ്കിൽ അതൊരു അങ്ങനെ ഒരു കറിയേ ആവൂല കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ആ ഒരു കറക്റ്റ് ഫ്ലേവർ എന്ന് പറയുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോ കറികൾ ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന കറിയൊക്കെ എനിക്ക് നല്ല പോലെ ടേസ്റ്റ് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ താളിപ്പ് നമ്മൾ ആ ഒരു കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ടാവും. ഏകദേശം ഈ ഒരു കുറുക്കത്തിൽ തന്നെ വേണം കേട്ടോ. അല്ല നല്ല ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ചോറിൽ ഒഴിച്ച് കഴിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് കിട്ടൂല. അതാ ഈ ഒരു തിക്നെസ് ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇതൊക്കെ നമുക്ക് ഒരു കൂട്ടം അല്ലെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വെറും ചോറും ഈ കറിയും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഒന്നുമില്ലാന്നെങ്കിൽ ഒരു ചമ്മന്തി, എന്തെങ്കിലും ഒരു പപ്പടം പൊരിച്ചതോ ഒരു മുട്ട പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി കേട്ടോ. ഒന്നുമില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇതാ നിറയെ ചക്കക്കുരുണ്ട് കേട്ടോ. നമുക്ക് അത് കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതുവരെ ഈ ഒരു കറി ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.